ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ കൃഷ്ണാസ് ഫ്യൂഷൻ ആൻഡ് ഫീസ്റ്റ്. അപ്പോൾ ഇന്നത്തെ ബ്ലോഗ് എന്ന് പറഞ്ഞാൽ ഒരു കുക്കിംഗ് വീഡിയോ ആണ്. ഒരു കോമ്പിനേഷനാണ്, ഒരു അടിപൊളി കോമ്പിനേഷൻ. പുട്ടും കാന്താരി കൊഞ്ചും ഞാൻ തന്നെ കണ്ടുപിടിച്ച എൻ്റെ റെസിപ്പിയാണ്. ഞാൻ കുറേ നാളായിട്ട് കുക്ക് ചെയ്യണേണ്. അതിൽ ഞാൻ ഓരോ റെസിപ്പീസ് ഇങ്ങനെ ട്രൈ ചെയ്തതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതും ഒരു ഐറ്റമാണ്. നമുക്ക് വീഡിയോയിലൊക്കെ കിടക്കാം എങ്ങനെയായിരുന്നു. അപ്പോൾ അതെ, രണ്ട് കൊഞ്ചാണ്, കായൽ കൊഞ്ചാണ്. ഇത് ഞങ്ങളുടെ തന്നെ കെട്ടിന്ന് പിടിച്ച കൊഞ്ചാണ്, അത്രയും ഫ്രഷാണ്. അപ്പോൾ ഇത് നമുക്കിനി കഴുകി ക്ലീനാക്കിയൊക്കെ എടുക്കണം. രണ്ട് കൊഞ്ചും കൂടി 1 കിലോന് മീതെ വെയിറ്റ് ഉണ്ട്. അപ്പോൾ ഈ ഉപ്പ് വെള്ളത്തിലുള്ള കൊഞ്ചിന് ഫ്രഷ് വാട്ടറിൽ വളർത്തുന്നതിനേക്കാളും ടേസ്റ്റ് കൂടുതലായിരിക്കും. നമുക്ക് പണിപ്പുരയിലേക്ക് കിടക്കാം. ഇനി ഇതിൻ്റെ കാലും വാലൊക്കെ വെട്ടി ക്ലീൻ ചെയ്തെടുക്കണം. ഇത് ഒരു പ്രത്യേക ടൈപ്പിലാണ് ക്ലീൻ ചെയ്യണത്. ഇതിപ്പോൾ സെർവ് ചെയ്യുമ്പോൾ ഭംഗിക്ക് വേണ്ടിയിട്ട് ഇതിൻ്റെ ഷെല്ലൊന്നും റിമൂവ് ചെയ്യാതെ ഇതിൻ്റെ കാല് അതൊക്കെ മാത്രം ഞാൻ കട്ട് ചെയ്തിട്ടാണ് ക്ലീൻ ചെയ്യണത്. ഇതൊക്കെ കട്ട് ചെയ്തിട്ട് ജസ്റ്റ് ഒന്നും കൂടി ഇതൊന്ന് ക്ലീൻ ചെയ്യണം. കാരണം നമ്മൾ ഇനി ഇതിൻ്റെ തൊണ്ടൊന്നും കളയാതെ തന്നെയാണ് ഇത് പ്രിപ്പയർ ചെയ്യാൻ പോണത്. അപ്പോൾ ജസ്റ്റ് ഇത് ഇങ്ങനെയാണ് വെട്ടണത്. ഇതിൻ്റെ തലയുടെ ബാക്കിലേക്കുള്ള ഷെല്ലിൽ നിന്ന് സെൻറ്റർ പോർഷനിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കണം. ഇതുപോലെ നല്ല ഡെപ്തിൽ കട്ട് ചെയ്യണം, എന്നാലേ മസാലയൊക്കെ നമ്മുടെ ഉള്ളിലേക്ക് കിട്ടുള്ളൂ. അതുപോലെ തന്നെ തലയുടെ പോർഷനും ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം സെൻറ്ററിൽ. ഇതിലൊന്നും നമ്മൾ കളയേണ്ട ആവശ്യമില്ല. കൊഞ്ചും അതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കണം സെൻറ്റർ പോർഷനിൽ നിന്ന് നല്ല ഡെപ്തിൽ. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ രണ്ടാക്കി വിട്ട് പോകാതിരിക്കാനും കൂടി ശ്രദ്ധിക്കണം. ഇനി നമുക്ക് ഇതിനകത്തേക്ക് വേണ്ട മസാലാസൊക്കെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതേ ഒരു നാരങ്ങ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് വേണ്ടത് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള കാന്താരി മുളകാണ്. ഒരു 7-8 കാന്താരി മുളക്, ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് മാറും കാന്താരി മുളകിൻ്റെ എണ്ണം. പിന്നെ ഒരു പീസ് ഇഞ്ചി, നല്ല ഫ്രഷ് ആയിട്ടുള്ള കരിവേപ്പില, കല്ലുപ്പ്. പിന്നെ അടുത്ത മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് പച്ചക്കുരുമുളക്. ഇതൊക്കെ കൂടി ചതച്ചെടുക്കണം. നമ്മൾ കുത്തി ചതച്ച് ജസ്റ്റ് കുത്തണ കല്ലിൽ വെച്ച് കുത്തി ചതച്ച് എടുക്കണം. കുത്തി ചതച്ചെടുത്ത മസാല നമ്മൾ കൊഞ്ചിലേക്ക് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം. ആ നാരങ്ങയുടെ നീരും കൂടി ചേർത്തിട്ട് വേണം ഇത് നന്നായിട്ട് ചെയ്ത് കൊഞ്ചിലേക്ക് നല്ല ഡെപ്തിൽ ആ മസാലയൊക്കെ ഊർന്നിറങ്ങുന്ന വിധത്തിൽ ഫില്ല് ചെയ്തെടുക്കണം. അതിന് ശേഷം കുറച്ച് പച്ച വെളിച്ചെണ്ണ ഇവിടെ ഒഴിച്ചു കൊടുക്കണം. ഈ നാരങ്ങ നീരും വെളിച്ചെണ്ണയൊക്കെ ഒഴിക്കുമ്പോൾ കൊഞ്ച് മീറ്റ് നല്ല സോഫ്റ്റ് ആവാൻ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇതുപോലെ ഒരു പോട്ട് വെച്ചിട്ട് ആ വാഴയിലയുടെ ഉള്ളിൽ തന്നെ ജസ്റ്റ് അതൊന്ന് ഇറക്കി വെച്ച് കൊടുക്കാം. ഇതുപോലെ ഈ വാഴയിലയിൽ ഇരുന്നിട്ടാണ് കൊഞ്ച് വേവണം. നമ്മൾ ഇതിനകത്ത് എക്സ്ട്രാ വെള്ളമൊന്നും ഒഴിക്കില്ല. നമ്മൾ അടച്ച് വെച്ചിട്ടാണ് ഇത് വേവിക്കുന്നത്. ഇതുപോലെ ഒരു ടൈറ്റായിട്ടുള്ള ഒരു ലിഡ് വെച്ചിട്ട് അടച്ച് വെച്ച് വേവിക്കതേ. ഇപ്പോൾ കണ്ടോ, ഇതിനകത്തുനിന്ന് വെള്ളം ചെമ്മീറ്റിൽ നിന്ന് വെള്ളം വന്നേക്കുന്ന നമ്മൾ ജസ്റ്റ് കൊഞ്ചിൻ്റെ മീറ്റിൻ്റെ ഉള്ളിലേക്ക് ഷെല്ലിൻ്റെ ഉള്ളിലേക്കൊക്കെ ഒഴിച്ചു കൊടുക്കുക. കരിമുളകിലും വേപ്പിലയും പച്ചക്കുരുമുളകിലൊക്കെ ഇരുന്ന് ഇങ്ങനെ സ്ലോലി കുക്ക് ചെയ്തെടുക്കണം. പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും ഇതുപോലെ കുക്ക് ചെയ്ത്. ജസ്റ്റ് ഇതുപോലെ നമ്മൾക്ക് ഒന്ന് ബോയിൽ ചെയ്ത് കഴിക്കുമ്പോൾ തന്നെ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി നമുക്ക് ഇതിനകത്തേക്ക് വേണ്ടിയുള്ള മസാല റെഡിയാക്കി എടുക്കാം. കൊച്ചുള്ളിയും കാന്താരിയുമാണ്, ഒരു വെളുത്തുള്ളി ആണ് മെയിനായിട്ട് തയ്യാറാക്കി എടുക്കാൻ വേണ്ടത്. അത് കല്ലിൽ ചിടിച്ചെടുക്കണം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ പെരുംജീരകം. വേറെ മസാല ഇതൊന്നും ഇതിനകത്ത് ചേർക്കണില്ല. പിന്നെ ഇപ്പോൾ ഇത് വെന്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പോട്ടിൽ വെച്ചിട്ട് തന്നെ നമുക്ക് ഗ്രേവി പ്രിപ്പയർ ചെയ്തെടുക്കാം. അപ്പോൾ ജസ്റ്റ് ആ കൊഞ്ച് വാഴലയും കൂടി അതിൽ നിന്നൊന്ന് മാറ്റി എടുക്കാം. അതിന് ശേഷം ആ പോട്ടിലേക്ക് ഒരു 4 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഓയിൽ ചൂടായി വരുമ്പോഴേക്കും നമ്മൾ നേരത്തെ ഇടിച്ച് വെച്ചിരിക്കുന്ന കൊച്ചുള്ളിയും കാന്താരിയും വെളുത്തുള്ളിയും പെരുംജീരകവും കൂടി ഇട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി വഴറ്റിയെടുക്കുക. ഉപ്പും ചേർത്തിട്ട്
അതിനുശേഷം നമുക്കൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോഴേക്കും ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ എരിവ് കൂടുതൽ വേണ്ടവർക്ക് കുറച്ചും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഒന്നില്ലെങ്കിൽ കാന്താരി മുളകിൻ്റെ അളവ് കൂട്ടാം, അതുപോലെ കുരുമുളകിൻ്റെ അളവ് കൂട്ടാം, അങ്ങനെയൊക്കെ ചെയ്യാം. അപ്പോൾ ഇവിടെ എല്ലാവർക്കും കുറച്ച് സ്പൈസി ആയിട്ട് കഴിക്കാൻ ഇഷ്ടമുള്ളതുകൊണ്ട് ഞാൻ കുറച്ച് മുളക് അധികം ചേർത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ചതച്ച മുളകും കൂടി ഇട്ട് ജസ്റ്റ് നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കാം. അതിന് ശേഷം ആ കൊഞ്ച് വേവിച്ച് വെച്ചേക്കണത് അതിൻ്റെ വെള്ളവും കൊഞ്ചും കൂടി അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക, ആ ഗ്രേവിയിലേക്ക്. അതിനുശേഷം അത് നന്നായിട്ട് ആ ഗ്രേവി മിക്സ് ചെയ്ത് കൊടുക്കുക കൊഞ്ചിൽ. നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം മൂടി വയ്ക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം മൂടി വെച്ച് വീണ്ടും ഒരു 15 മിനിറ്റ്സോളം സ്ലോ കുക്ക് ചെയ്തെടുക്കണം. ശേഷം കുറച്ച് കുരുമുളകും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഡ്രൈ ആയിട്ടുള്ള കുരുമുളകും കൂടി പൊടിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്പൈസസ് ലെവലൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചാണ്. അപ്പോൾ കുരുമുളകിൻ്റെ അളവ് കൂട്ടുക, മുളക് പൊടിയുടെ അളവ് കൂട്ടുക, കാന്താരിയുടെ അളവൊക്കെ കൂട്ടുക. പിന്നെ അതിന് ശേഷം ഈ ഒരു പരുവാകുമ്പോഴേക്കും കുറച്ചും കൂടി പച്ച വേപ്പില ആഡ് ചെയ്ത് കൊടുക്കുക, ഫ്രഷ് ആയിട്ടുള്ള വേപ്പില ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഈ ഒരു പരുവാകുമ്പോഴേക്കും നമുക്ക് സെർവ് ചെയ്യണ പാകത്തിലായിട്ടുണ്ടാകും. അപ്പോൾ ഈ കുറുകി ഈ ഒരു പരുവത്തിൽ ആണ് നമ്മൾ സെർവ് ചെയ്യുന്നത്. ഇനി നമുക്ക് പുട്ടുണ്ടാക്കാം. പുട്ടിപ്പോൾ നോർമലി നനച്ച് ഉപ്പൊക്കെ ചേർത്ത്, പിന്നെ ഒരു ടിപ്പുണ്ട് പുട്ടിന് കുറച്ച് ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പാണ്. എൻ്റെ അമ്മാമ്മയൊക്കെ ചെയ്യാറുള്ളതാണ്. നല്ല ജീരകവും പുട്ട് നനക്കുമ്പോൾ അതിനകത്ത് ജസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റായിരിക്കും. അതിനുശേഷം നമ്മൾ പുട്ടുണ്ടാക്കിയെടുക്കാം. ഒക്കെ പെട്ടെന്ന് പറയണമെങ്കിൽ അവർക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്ത് കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളി കോമ്പിനേഷനാണ്. മസ്റ്റായിട്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് അവരെ കയ്യിലെടുക്കാൻ പറ്റും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ റെസിപ്പിയുടെ ഒന്നും ആവശ്യമില്ല. ഈ ഒരു പുട്ടും ഈ ഒരു മസാല കൊഞ്ചും കാന്താരി കൊഞ്ചും ഉണ്ടെങ്കിൽ വേറൊരു ഐറ്റത്തിൻ്റെ ആവശ്യമില്ല. അടിപൊളിയാണ്, നല്ല സ്പൈസിയാണ്, അതുപോലെ നല്ല ടേസ്റ്റാണ്. അട്ടാറ് കോമ്പിനേഷനാണ്. പുട്ടും ബീഫിനേക്കാളും കൂടുതൽ എനിക്കിഷ്ടപ്പെട്ടൊരു കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം മസ്റ്റായിട്ട്. അപ്പോൾ ഇത്രയും വലിയ കൊഞ്ച് കിട്ടിയില്ലെങ്കിൽ നമ്മുടെ നോർമലായിട്ടുള്ള വേറെ ടൈപ്സ് ചെമ്മീൻ ഉണ്ടാവില്ലേ, വലിയ ടൈഗർ പ്രോൺസ്, അങ്ങനെയുള്ള വലിയ പ്രോൺസൊക്കെ വെച്ചിട്ട് ഇത് ട്രൈ ചെയ്ത് നോക്കാം. അടിപൊളിയാണ്, ഇതൊരു കോമ്പിനേഷനാണ്. അപ്പോൾ ഒരു വെറൈറ്റിയുമാണ്, നമുക്ക് പെട്ടെന്ന് തന്നെ പ്രിപ്പയർ ചെയ്തെടുക്കാനും പറ്റും. ഈ ഒരു ഐറ്റം ഉണ്ടെങ്കിൽ നമ്മൾ കുറേ ഐറ്റംസ് ഒന്നും പ്രിപ്പയർ ചെയ്യേണ്ട കാര്യമില്ല. ഒരു ഡിന്നറിനൊക്കെ ഗസ്റ്റൊക്കെ വരണമെങ്കിൽ അവർക്ക് ജസ്റ്റ് ഇത് തന്നെ കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. അതുമല്ല ഇതിൻ്റെ ഉള്ളിൽ ഈ മീറ്റൊക്കെ കഴിക്കാനായിട്ട് രക്ഷയില്ല, ഇത്രയും ഡെപ്തിലൊക്കെ മസാലയൊക്കെ ഇറങ്ങിയിട്ടുണ്ടാവും. സാധാരണ നമ്മൾ ഇതുപോലെ വലിയ പ്രോൺസൊക്കെ കുക്ക് ചെയ്തെടുക്കുമ്പോൾ ഉള്ളിലോട്ടൊക്കെ മസാല ഇറങ്ങാതിരിക്കും. പക്ഷേ ഇതിൻ്റെ ഉള്ളിലൊക്കെ നന്നായിട്ട് മസാല പിടിച്ചിട്ടുണ്ടാവും. കാന്താരിയുടെയും പച്ചക്കുരുമുളകിൻ്റെ ഒക്കെ ഒരു അടിപൊളി ഫ്ലേവറാണ്. ഇഷ്ടപ്പെട്ട എല്ലാവരും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. ട്രൈയും ചെയ്ത് നോക്കണേ. താങ്ക് യു ഫോർ വാച്ചിങ് മീ.